തൃക്കണാമതിലകത്തിൻ്റെ തിരുശേഷിപ്പുകളെക്കുറിച്ച് അറിയാനുള്ള യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടിയ ഒട്ടേറെ മുഖങ്ങളുണ്ട്. അതിലൊന്നാണ് പനങ്ങാട് ഹൈസ്കൂളിലെ ശ്രീ പാർത്ഥൻ മാഷ്. പാർത്ഥൻ മാഷെ നമുക്ക് പരിചയപ്പെടാം. 30 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ഒരു പൗരാണിക നാഗരികതയുടെ തിരുശേഷിപ്പാണ് നമ്മുടെ ഈ പ്രദേശം മുഴുവനും. പല ഭാഗങ്ങളിലായി തൃക്കണാമതിലകത്തിൻ്റെ ചുറ്റുപാടുകളിലും പലപ്പോഴും പുരാവസ്തുകൾ നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു പ്രദേശങ്ങൾ പഴയൊരു നാഗരികതയുടെ സെറ്റിൽമെൻറ്റുകൾ നമ്മുടെ ഈ പ്രദേശം മുഴുവൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണെന്ന് തോന്നുന്നു എൻ്റെ പറമ്പിലും ഇതുപോലെ കുഴിച്ചപ്പോൾ ഒരു 5 അടി താഴ്ചയിൽ ഒരു കിണർ കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ട് പുരാവസ്തു വകുപ്പും ആർക്കിയോളജി ഇങ്ങനെയുള്ള നമ്മുടെ സംവിധാനങ്ങൾ മുഴുവനും ഞാൻ അറിയിക്കുകയും അവർ വന്ന് ഈ പ്രദേശം പരിശോധിക്കുകയും ചെയ്തു. ഈ കണ്ടെത്തിയ കിണറിന് ഏകദേശം 2000 വർഷത്തിൽ അധികം പഴക്കമുണ്ടെന്നാണ് പൊതുവെ അവർ പറഞ്ഞത്. ക്രൈസ്റ്റോളജിയിലെ ജിയോളജി വകുപ്പിൻ്റെ മണ്ണ് പരിശോധിച്ച് അവരുടെ ഒരു കൃത്യമായ വിവരങ്ങൾ കിട്ടി. അതുപോലെ സംസ്ഥാന ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരും അതുപോലെ നമ്മുടെ വിവിധ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും ഇത് പരിശോധിക്കുകയുണ്ടായി. മൊത്തത്തിൽ അത് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഇതിന് 2000 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് നമ്മുടെ നിഗമനം. ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലെ കീലടിയിൽ പര്യവേഷണം നടത്തിയപ്പോൾ ഇത്തരം കിണറുകൾ കണ്ടെത്തിയിരുന്നു. അതിനും 2500 വർഷം പഴക്കം ആയിട്ടുണ്ട്. കൃത്യമായ പഴക്കം നിശ്ചയിക്കണമെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട്, കാർബൺ ടെസ്റ്റ്. ഇത് കാർബണിക വസ്തു അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. അതിന് റേഡിയോ തെറാപ്പി, റേഡിയോ വികിരണങ്ങൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ സാമ്പിളുകൾ നോക്കിയിട്ട് വേണം അതിൻ്റെ കൃത്യമായ ഡേറ്റ് നിശ്ചയിക്കാൻ. എന്തായാലും നമ്മുടെ മഹത് പാരമ്പര്യം ഉൾക്കൊള്ളുന്ന തൃക്കണാമതിലകത്തിൻ്റെ ചുറ്റുപാട് എന്ന നിലയിൽ, അതുപോലെ മുസിരിസിൻ്റെ ചുറ്റുപാട് എന്ന നിലയിൽ ഈ പ്രദേശം മുഴുവനും ഒരു വലിയ പട്ടണം ഉണ്ടായിരുന്നുവെന്നും അവിടെ ധാരാളം സെറ്റിൽമെൻറ്റുകൾ, വീടുകളും ക്ഷേത്രങ്ങളും വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ഇത്. തൃക്കണാമതിലകത്തിൻ്റെ വിസ്തൃതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 640 ഏക്കറിൽ വിസ്തരിച്ച് കിടന്നിരുന്ന ഒരു മഹാക്ഷേത്രം, അതിൻ്റെ തെക്കേ അതിരായി താരാഞ്ചേരിക്കുളം, വടക്കേ അതിരായി തൃപ്പക്കുളം, കൂടാതെ പടിഞ്ഞാറേ അതിരിൽ ചമ്പോലിക്കുളം, ഇങ്ങനെ ഉള്ള 3 അതിരുകളാണ് നമുക്കിന്ന് സ്ഥലനിർണയത്തിൽ കിട്ടിയിട്ടുള്ളത്. ഇതിൽ തെക്കേ അതിരായ താരാഞ്ചേരി കുളത്തെക്കുറിച്ച് താരാഞ്ചേരി കുളത്തിൻ്റെ സമീപവാസിയും ചരിത്ര കുതുകിയുമായ ശ്രീ രഞ്ജിത്ത് പറയുന്നത് നമുക്ക് കേൾക്കാം. ഈ തൃക്കണാമതിലകത്തിൻ്റെ പുരാതനമായ ഈ സമ്പൂർണ്ണ വൈവിധ്യങ്ങളടങ്ങിയിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ക്ഷേത്രക്കുളങ്ങളും എലവഞ്ചിക്കുളവും താറാഞ്ചേരിക്കുളത്തിൻ്റെ ഒരു അതിരിലാണ് ഞാൻ താമസിക്കുന്നത്. കാലഘട്ടത്തിൻ്റെ വ്യത്യാസത്തിൽ ഈ കുളങ്ങളെല്ലാം നികന്നുപോയി ഏക്കർ കണക്കിന് ഭൂമികളാണ് കുളങ്ങളായിട്ടുണ്ടായിരുന്നത്. ഈ താറാഞ്ചേരിക്കുളം പൂർണ്ണമായും നികന്നുപോയി.
അതിൻ്റെ ഭാഗമായി ഇവിടെ നല്ല മണ്ണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കനോലി സാഹിബ് കുത്തിയിട്ട് ഉള്ള മണ്ണുകൾ ഇവിടെയൊക്കെ ആയിരുന്നു സംരക്ഷിച്ചിരുന്നത്. അവിടെ നന്നങ്ങാഴി മണ്ണൊക്കെ എടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെയുള്ള ചരിത്രപ്രധാനമായ ഒരു സ്ഥലമാണ് നമ്മളെ തൃക്കണ്ണാമതിലകം. തൃക്കണ്ണാമതിലകവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രത്തിലാണ് നാം ഇപ്പോൾ. അതാണ് നെൽപ്പിണി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനുമുണ്ട് തൃക്കണ്ണാമതിലകവുമായി ചേർത്ത് വയ്ക്കാവുന്ന ഒരുപാട് ചരിത്ര നിമിഷങ്ങൾ. അതിനെക്കുറിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ മുൻ ക്ഷേത്ര ഉപദേശക സമിതി അംഗം പ്രസിഡൻറ്റും സെക്രട്ടറിയുമായ ശ്രീ വിക്രമൻ തേലപ്പറമ്പിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് ശ്രവിക്കാം. ചരിത്രപ്രസിദ്ധമായ തൃക്കണ്ണാമതിലകം ശിവക്ഷേത്രത്തിൻ്റെ ഈ മൺമറഞ്ഞുപോയ ശിവക്ഷേത്രം അതിൻ്റെ പ്രധാനപ്പെട്ട കീഴ്ഘടകങ്ങളിൽ ഒരു ക്ഷേത്രമാണ് നെൽപ്പിണി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. നെൽപ്പിണി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ ഈ തൃക്കണ്ണാമതിലകം ശിവക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള നെയ്യ് ഭരണി സൂക്ഷിച്ചിരുന്നത് നെൽപ്പിണി ക്ഷേത്രത്തിലാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെൽപ്പിണിയിൽ ഉറുമ്പുണ്ടാവില്ല എന്നാണ് അന്നത്തെ വിശ്വാസം. അതുകൊണ്ടാണ് ഇവിടെ ഈ നെയ്യ് സൂക്ഷിച്ചിരുന്നത്. അങ്ങനെ നെയ്ഭരണി ലോപിച്ച് പിന്നീട് നെൽപ്പിണിയായി മാറിയതാണ്. അങ്ങനെ നെൽപ്പിണി ക്ഷേത്രവും നെൽപ്പിണി ദേശവും അങ്ങനെ ഉണ്ടായതാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇത്ര പ്രസിദ്ധമായ തൃക്കണ്ണാമതിലകം ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ നെയ്യ് കൊടുക്കുന്നതിനുള്ള സൗകര്യപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് വലിയൊരു ഗോശാല തന്നെ പണ്ടേ കാലത്തുണ്ടായിരുന്നു എന്നാണ് കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇവിടെ ദേശത്ത് തന്നെ ഒരു പയ്യാക്കൽ തറവാട്ടുകാരെന്ന് പറഞ്ഞ തറവാട്ടുകാരാണ് പശുവിനെ നോക്കിയിരുന്നതെന്നാണ് അന്നത്തെ അറിവ്. തൃക്കണ്ണാമതിലകത്തിൻ്റെ വടക്കേ അതിരാണ് തൃപ്പക്കുളം. തൃപ്പക്കുളം പഴയ മച്ചാണ്ടിയാൻ കുളം എന്നും അറിയപ്പെടുന്നു. ഇന്ന് ഇവിടെ തൃപ്പക്കുളം മഹാദേവ ക്ഷേത്രമുണ്ട്. 5 ഏക്കറിലധികം വിസ്തൃതി ഉണ്ടായിരുന്ന തൃപ്പക്കുളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണിത്. തൃക്കണ്ണാമതിലകത്തിൻ്റെ വടക്കേ അതിരായി വിശേഷിപ്പിക്കപ്പെടുന്ന തൃപ്പക്കുളം അല്ലെങ്കിൽ മച്ചാണ്ടിയാൻകുളം അന്നത്തെ കാലത്ത് ഏകദേശം 5 ഏക്കറിലധികം വിസ്തൃതി ഉണ്ടായിരുന്ന സ്നാനഘട്ടമായിരുന്നു. ക്ഷേത്ര പൂജാരിമാരും ശാന്തിമാരും മാത്രമായിരുന്നത്രേ തൃപ്പക്കുളം ഉപയോഗിച്ചിരുന്നത്. അമ്പതോളം മഹാക്ഷേത്രങ്ങൾ കീഴേടങ്ങളായിരുന്ന തൃക്കണ്ണാമതിലകത്തപ്പൻ്റെ പൂജാപുഷ്പങ്ങൾ ഒഴുകി വന്നിരുന്ന കടവാണിത്. ഇതിനെ എന്നും വിളിക്കുന്ന പേര് പൂവത്തും കടവ് എന്നാണ്. തൃക്കണ്ണാമതിലകത്ത് നിന്ന് മാറി ഏകദേശം 1.25 കിലോമീറ്ററോളം തെക്കോട്ട് സഞ്ചരിച്ചാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. എസ് എം പുരം ഗ്രാമത്തിലാണ് പൂവത്തും കടവ്.